വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായം. സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിലുണ്ടായ യുദ്ധം നീണ്ടതായിരുന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചുകൊണ്ടിരുന്നു. ദാവീദിന് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. അവന്റെ ആദ്യജാതൻ ജസ്രേൽക്കാരി അബിനോവാബിനുണ്ടായ അമ്നോൻ ആയിരുന്നു. രണ്ടാമൻ കാർമേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗായിലിനുണ്ടായ കിലാബ്. മൂന്നാമൻ ഗഷൂർ രാജാവായ തൽമായുടെ മകൾ മാക്കായുടെ പുത്രൻ അബ്സലോം. നാലാമൻ ഹഗ്ഗീദിന്റെ പുത്രൻ അദോനിയ. അഞ്ചാമൻ അബിത്താലിന്റെ പുത്രൻ ഷെഫത്തിയ. ആറാമൻ ദാവീദിന്റെ ഭാര്യയായ എഗ്ലേക്കുണ്ടായ ഇത്രയ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഇവരാണ്. സാവൂളിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ സാവൂളിന്റെ കുടുംബത്തിൽ അബ്നേർ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു. സാവൂളിന് ഒരു ഉപനാരി ഉണ്ടായിരുന്നു. അയ്യായുടെ മകളായ അവളുടെ പേര് റിസ്പ എന്നായിരുന്നു. അബ്നേറിനോട്, നീ എൻ്റെ പിതാവിൻ്റെ ഉപനാരിയുടെ പക്കൽ പോയതെന്തിന് എന്ന് ചോദിച്ച ഈഷ്ബോഷത്തിന്റെ വാക്കുകളെ ചൊല്ലി അബ്നേറിന് ഏറെ ദേഷ്യമുണ്ടായി. അവൻ ചോദിച്ചു, യൂദായ്ക്കുള്ള ഒരു നായതലവനാണോ ഞാൻ? നിന്റെ പിതാവായ സാവൂളിന്റെ ഭവനത്തോട് അവന്റെ സഹോദരന്മാരുടെയും സ്നേഹിതഗണത്തിന്റെയും നേർക്ക് ഇന്നും ഞാൻ കാരുണ്യം പ്രവർത്തിക്കുന്നു. നിന്നെ ഞാൻ ദാവീദിന്റെ കയ്യിൽ വിട്ടുകൊടുത്തിട്ടില്ല. എന്നിട്ടും സ്ത്രീലമ്പടത്തം എൻ്റെ മേൽ നീ ആരോപിക്കുന്നുവോ? ദൈവം അബ്നേറിനോട് ഇങ്ങനെയും അതിലേറെയും ചെയ്യട്ടെ. കർത്താവ് ദാവീദിനോട് ശപഥം ചെയ്തിട്ടുള്ളത് എങ്ങനെയോ അങ്ങനെ തന്നെ ഞാൻ അവനു വേണ്ടി ചെയ്യും. അത് സാവൂളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യം എടുത്തു നീക്കി കളയാനും ദാൻ മുതൽ ബേർഷബ വരെ ഇസ്രായേലിന്റെ മേലും യൂദായുടെ മേലും ദാവീദിന്റെ സിംഹാസനം സുസ്ഥിരമാക്കാനുമാണ്. അബ്നേറിനെ ഈഷ്ബോഷത്ത് ഭയപ്പെട്ടിരുന്നതുകൊണ്ട് ഒരു വാക്കുപോലും അയാളോട് പ്രതികരിക്കാൻ അവന് കഴിഞ്ഞില്ല. ദേശം ആർക്കുള്ളതാണ് എന്ന് ചോദിക്കാനും ഞാനുമായി നീ നിന്റെ ഉടമ്പടി സ്ഥാപിക്കുക, ഇതാ ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്തേക്ക് തിരിക്കാൻ എൻ്റെ കരം നിന്നോടൊത്തുണ്ട് എന്ന് പറയാനുമായി അബ്നേർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലേക്ക് തനിക്ക് പകരം ദൂതന്മാരെ അയച്ചു. അവൻ പറഞ്ഞു, കൊള്ളാം, ഞാൻ നീയുമായി ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതായത്, എൻ്റെ മുഖം കാണാൻ വരുമ്പോൾ സാവൂളിന്റെ മകൾ മീകലിനെ ആദ്യമേ നീ കൊണ്ടുവരുന്നില്ലെങ്കിൽ നീ എൻ്റെ മുഖം കാണുകയില്ല. അനന്തരം ദാവീദ് സാവൂളിന്റെ മകൻ ഈഷ്ബോഷത്തിന്റെ പക്കലേക്ക് 100 ഫിലിസ്ത്യക്കാരുടെ അഗ്രചർമ്മം കൊണ്ട് ഞാൻ എനിക്കായി പരിഗ്രഹിച്ച എൻ്റെ ഭാര്യ മീകലിനെ തരുക എന്ന് പറയാൻ ദൂതന്മാരെ അയച്ചു. ഈഷ്ബോഷത്ത് ആളയച്ച് അവളെ ഭർത്താവിൽ നിന്ന് ലായിഷിന്റെ മകൻ ഫൽത്തിയേലിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. അവളുടെ ഭർത്താവ് അവളുടെ പിന്നാലെ ഇടവിടാതെ കരഞ്ഞുകൊണ്ട് അവളോടൊപ്പം ബഹൂറിം വരെ ചെന്നു. അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ മടങ്ങിപ്പോയി. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടുള്ള അബ്നേറിന്റെ സംസാരം ഇപ്രകാരമായിരുന്നു: ദാവീദിനെ നിങ്ങൾക്കുമേൽ രാജാവാക്കാൻ നിങ്ങൾ കുറെ നാളായി പരിശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ അത് നടപ്പാക്കുവിൻ. എൻ്റെ ദാസനായ ദാവീദിന്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്ത്യക്കാരുടെ കയ്യിൽ നിന്നും അവരുടെ എല്ലാ ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ഞാൻ രക്ഷിക്കും എന്ന് ദാവീദിനോടാണല്ലോ കർത്താവ് അരുൾ ചെയ്തത്. പിന്നെ അബ്നേർ തന്നെ ബെഞ്ചമിൻകാർ കേൾക്കെ സംസാരിച്ചു. എന്നിട്ട് ദാവീദ് കേൾക്കെ ഇസ്രായേലിന്റെ ദൃഷ്ടികളിലും ബെഞ്ചമിൻ ഭവനത്തിന്റെ ദൃഷ്ടികളിലും നന്മയായതെല്ലാം സംസാരിക്കാൻ അബ്നേർ തന്നെ ഹെബ്രോണിൽ ചെന്നു. തന്നോടൊപ്പം 20 ആളുകളുമായാണ് അബ്നേർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ എത്തിയത്. അബ്നേറിനും അവന്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾക്കുമായി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഇസ്രായേൽ മുഴുവനെയും
എൻ്റെ യജമാനനായ രാജാവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടാം. നീയുമായി അവർ ഒരു ഉടമ്പടി ചെയ്യട്ടെ. അങ്ങനെ നീ ആത്മന അഭിലഷിക്കുന്ന എല്ലാറ്റിനെയും നിനക്ക് ഭരിക്കാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ അതാ ദാവീദിന്റെ ദാസന്മാരും യോവാബും ഒരു കവർച്ച കഴിഞ്ഞു വന്നു. അവരോടൊപ്പം ധാരാളം കൊള്ളവസ്തുക്കൾ അവർ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അബ്നേർ ദാവീദിനോട് കൂടെ ഹെബ്രോണിൽ ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ അവൻ അയാളെ പറഞ്ഞയക്കുകയും അയാൾ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് യോവാബും അവനോടൊപ്പമുള്ള സൈന്യം മുഴുവനും എത്തിയത്. നേറിന്റെ മകൻ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നെന്നും അവൻ അയാളെ പറഞ്ഞയച്ചെന്നും അയാൾ സമാധാനത്തോടെ പോയെന്നും യോവാബിന് വാർത്ത കിട്ടി. യോവാബ് രാജാവിന്റെ പക്കൽ ചെന്ന് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അബ്നേർ നിന്റെ പക്കൽ വന്നിട്ടും എന്തുകൊണ്ടാണ് നീ അവനെ വിട്ടയച്ചതും അവൻ വെറുതെ പോയതും? നേറിന്റെ മകൻ അബ്നേറിനെ നിനക്കറിയാമല്ലോ. അവൻ വന്നത് നിന്നെ വഞ്ചിക്കാനും നിന്റെ നീക്കങ്ങൾ അറിയാനും നീ ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കാനുമാണ് തീർച്ച. ദാവീദിന്റെ അടുത്ത് നിന്ന് യോവാബ് പുറത്തുപോയി. ദാവീദ് അറിയാതെ അവൻ അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ ബോർ ഹസീറായിൽ നിന്ന് അവനെ തിരികെ കൊണ്ടുവന്നു. അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ അയാളുമായി സംസാരിക്കാനെന്ന വ്യാജേന യോവാബ് അയാളെ പടിവാതിൽ മധ്യത്തിലേക്ക് മാറ്റി നിർത്തി. അവിടെ വെച്ച് അവൻ അയാളെ വയറിന് കുത്തി. അങ്ങനെ അവന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപാതകത്തെ പ്രതി അയാൾ മരിച്ചു. തദനന്തരം ദാവീദ് അത് കേട്ടപ്പോൾ പറഞ്ഞു, നേറിന്റെ മകൻ അബ്നേറിന്റെ രക്തപാതകം സംബന്ധിച്ച് ഞാനും എൻ്റെ രാജ്യവും കർത്താവിന്റെ മുമ്പാകെ എന്നേക്കും നിരപരാധരാണ്. ഇത് യോവാബിന്റെ ശിരസിന്മേലും അവന്റെ പിതൃഭവനം മുഴുവൻമേലും ചൂഴ്ന്നു നിൽക്കട്ടെ. യോവാബിന്റെ ഭവനത്തിൽ നിന്ന് രക്തസ്രാവക്കാരനും കുഷ്ഠരോഗിയും വടിയൂന്നുന്നവനും വാളിനിരയാകുന്നവനും പട്ടിണിക്കാരനും വിട്ടൊഴിയാതിരിക്കട്ടെ. അബ്നേർ തങ്ങളുടെ സഹോദരനായ അസാഹേലിനെ ഗിബയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നതുകൊണ്ടായിരുന്നു യോവാബും സഹോദരൻ അബിഷായിയും കൂടി അവനെ വധിച്ചത്. ദാവീദ് യോവാബിനോടും അവന്റെ കൂടെയുണ്ടായിരുന്ന ജനം മുഴുവനോടും പറഞ്ഞു, നിങ്ങൾ വസ്ത്രങ്ങൾ കീറി ചാക്കൊടുത്ത് അബ്നേറിന് മുമ്പിൽ വിലാപയാത്ര നടത്തുവിൻ. ദാവീദ് രാജാവ് ശവമഞ്ചത്തിനു പിന്നാലെ നടന്നു. അബ്നേറിനെ അവർ ഹെബ്രോണിൽ സംസ്കരിച്ചു. രാജാവ് അബ്നേറിന്റെ കല്ലറയ്ക്കരികെ സ്വരമുയർത്തി കരഞ്ഞു. ജനം മുഴുവനും വിലപിച്ചു. അബ്നേറിനെ കുറിച്ച് ശോകഗാനം ആലപിച്ചുകൊണ്ട് രാജാവ് ചൊല്ലി, ഭോഷൻ മരിക്കുന്ന പോലെയല്ലേ അബ്നേർ മരിച്ചത്? നിന്റെ കരങ്ങൾ ബന്ധിതമായിരുന്നില്ല, നിന്റെ പാദങ്ങൾ പിത്തള വിലങ്ങുകൾക്ക് അർപ്പിതമായിരുന്നില്ല. തെമ്മാടികളുടെ മുമ്പിൽ വീഴുന്നവനെ പോലെയാണല്ലോ നീ നിബദിച്ചത്. ജനം മുഴുവൻ അവനെ ചൊല്ലി കരയുന്നത് തുടർന്നു. ജനം മുഴുവൻ ചെന്ന് പകലായിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് ഇപ്രകാരം ശപഥം ചെയ്തു, സൂര്യാസ്തമനത്തിന് മുമ്പ് ഞാൻ അപ്പമോ മറ്റെന്തെങ്കിലുമോ രുചിച്ചാൽ ദൈവം എന്നോട് ഇങ്ങനെയും ഇതിനുമപ്പുറവും ചെയ്തു കൊള്ളട്ടെ. രാജാവ് ചെയ്തതെല്ലാം ജനം മുഴുവന്റെയും ദൃഷ്ടികളിൽ നല്ലതായിരുന്നതുപോലെ അതും തങ്ങളുടെ ദൃഷ്ടികളിൽ നന്മയായി ജനം മുഴുവൻ അംഗീകരിച്ചു. നേറിന്റെ മകനായ അബ്നേറിനെ കൊല്ലാനുള്ള പദ്ധതി രാജാവിൽ നിന്നായിരുന്നില്ലെന്ന് അന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി. രാജാവ് തന്റെ ദാസന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ നിബന്ധിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ ഒരു രാജാവാണ് ഞാനെങ്കിലും ഇന്ന് ഞാൻ ബലഹീനനാണ്. സെരൂയയുടെ പുത്രന്മാരായ ഈ ആളുകൾ എനിക്ക് ദുർവഹരത്രേ. ദുഷ്ടത പ്രവർത്തിക്കുന്നവനോട് അവന്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പകരം ചെയ്യട്ടെ. സാമുവേലിന്റെ 2-ാം പുസ്തകം 4-ാം അധ്യായം. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് സാവൂളിന്റെ മകൻ കേട്ടപ്പോൾ അവന്റെ ശക്തി ചോർന്നുപോയി. ഇസ്രായേൽക്കാർ മുഴുവൻ അമ്പരന്നു. സാവൂളിന്റെ മകന് 2 പടത്തലവന്മാരുണ്ടായിരുന്നു. ഒരുവന്റെ പേര് ബാന, രണ്ടാമന്റെ പേര് റേക്കാബ്. അവർ ബെഞ്ചമിന്യരിൽ നിന്നുള്ള
ബേറോത്തുകാരനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു. എന്തെന്നാൽ ബേറോത്തും ബെഞ്ചമിനോട് ചേർത്താണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ബേറോത്തുകാർ ഗിത്തയീമിലേക്ക് പലായനം ചെയ്തു. അവർ ഇന്നുവരെ അവിടെ പ്രവാസികളാണ്. സാവൂളിന്റെ മകൻ ജോനാഥന് ഇരുകാലുകൾക്കും മുടന്തുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ജസ്രയേലിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി. ഓടിപ്പോകാനുള്ള അവളുടെ വ്യഗ്രതയിൽ അവൻ വീണുപോയി. അങ്ങനെയാണ് അവന് മുടന്തുണ്ടായത്. അവന്റെ പേര് മെഫിബോഷെത്ത് എന്നായിരുന്നു. ബേറോത്തുകാരനായ റിമ്മോന്റെ പുത്രന്മാരായ റേക്കാബും ബാനായും സഞ്ചരിച്ച് ഈഷ്ബോഷെത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ദിവസത്തിന് ചൂടേറിയിരുന്നു. അവൻ മധ്യാഹ്ന ശയനം നടത്തുകയായിരുന്നു. അവിടെ ഗോതമ്പ് വാങ്ങുന്നവരായി ഭാവിച്ച് അവർ ഭവനമധ്യം വരെ ചെന്ന് അവനെ വയറിന് കുത്തി. എന്നിട്ട് റേക്കാബും സഹോദരൻ ബാനായും കടന്നു കളഞ്ഞു. അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അവൻ ഉറക്കറയിൽ തൻ്റെ കിടക്കയിൽ ശയിക്കുകയായിരുന്നു. അവർ അവനെ ആക്രമിച്ച് വധിച്ച് അവന്റെ തല വേർപെടുത്തി. തലയുമെടുത്ത് അവർ അറാബായുടെ വഴിയെ രാത്രി മുഴുവൻ യാത്ര ചെയ്തു. അവർ ഈഷ്ബോഷെത്തിന്റെ തല ഹെബ്രോണിൽ ദാവീദിന്റെ പക്കൽ കൊണ്ടുവന്നു. അവർ രാജാവിനോട് പറഞ്ഞു, നിന്റെ ജീവൻ തേടിയിരുന്ന നിന്റെ ശത്രുവായ സാവൂളിന്റെ മകൻ ഈഷ്ബോഷെത്തിന്റെ തല ഇതാ. കർത്താവ് സാവൂളിനോടും അവന്റെ സന്തതിയോടും എൻ്റെ യജമാനായ രാജാവിനു വേണ്ടി ഇന്ന് പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ബേറോത്തുകാരനായ റിമ്മോന്റെ മക്കളായ റേക്കാബിനോടും അവന്റെ സഹോദരൻ ബാനായോടും ദാവീദ് പ്രത്യുത്തരിച്ചു. അവൻ അവരോട് പറഞ്ഞു, സകല ക്ലേശത്തിൽ നിന്ന് എൻ്റെ ജീവൻ മോചിപ്പിച്ച ജീവിക്കുന്ന കർത്താവാണേ, ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ദൃഷ്ടിയിൽ സദ്വാർത്തയായി എന്നോട് വിവരിച്ചവനെ സിക്ലാഗിൽ വെച്ച് ഞാൻ പിടികൂടി വധിച്ചു. അതായിരുന്നു അവന്റെ സദ്വാർത്തയ്ക്ക് അവന് ഞാൻ കൊടുത്ത പ്രതിഫലം. അങ്ങനെയെങ്കിൽ നീതിമാനായ ഒരാളെ അയാളുടെ ഭവനത്തിൽ സ്വന്തം കിടക്കയിൽ വെച്ച് ദുഷ്ടരായ ആളുകൾ കൊന്നുകളയുമ്പോഴോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അവന്റെ രക്തപ്രതികാരം തേടാതെയും നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാതെയും ഇരിക്കുമോ? ദാവീദ് തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചപ്പോൾ അവർ അവരെ കൊന്ന് കൈകാലുകൾ വെട്ടി നീക്കി ഹെബ്രോണിലെ തടാകത്തോട് ചേർന്ന് കെട്ടിത്തൂക്കി. എന്നാൽ അവർ ഈഷ്ബോഷെത്തിന്റെ തലയെടുത്ത് ഹെബ്രോണിൽ അബ്നേറിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ജ്ഞാനത്തിന്റെ പുസ്തകം 11-ാം അധ്യായം. വിശുദ്ധനായ ഒരു പ്രവാചകന്റെ കരത്താൽ ജ്ഞാനം അവരുടെ പ്രവൃത്തികൾ ഐശ്വര്യപൂർണമാക്കി. അവർ ആവാസയോഗ്യമല്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു. അവർ പ്രതിയോഗികൾക്ക് എതിരെ നിൽക്കുകയും ശത്രുക്കളെ തുരത്തുകയും ചെയ്തു. അവർക്ക് ദാഹിക്കുകയും അവർ അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ കൊടും പാറയിൽ നിന്ന് അവർക്ക് ജലം നൽകപ്പെട്ടു. അങ്ങനെ കടും കല്ലിൽ നിന്ന് ദാഹശമനവും. അവരുടെ ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ ക്ലേശത്തിലായ അവർക്ക് ഉപകാരപ്രദമായി. രക്തപങ്കിലമായി കലങ്ങിമറിഞ്ഞൊഴുകിയ നിത്യമൊഴുകുന്ന ഒരു നദിയുടെ ഉറവയ്ക്ക് പകരം ശിശുഹത്യാ കൽപ്പനയുടെ ശിക്ഷയായിരുന്നല്ലോ അത്. അങ്ങ് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായി ജലം നൽകി. അവരുടെ എതിരാളികളെ അങ്ങ് എങ്ങനെ ശിക്ഷിച്ചുവെന്ന് അവരുടെ കഠിനദാഹം വഴി അപ്പോൾ അങ്ങ് അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അത് കാരുണ്യപൂർവമായ ശിക്ഷണമായിരുന്നെങ്കിലും ക്രോധവിധിക്കായി അധർമ്മികൾ എത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് അവർ അറിഞ്ഞു. ഒരു പിതാവ് മുന്നറിയിപ്പ് എന്ന വിധം ഉപദേശിക്കുന്നത് പോലെ അവരെ പരീക്ഷിച്ചു. എന്നാൽ ഒരു രാജാവ് വിട്ടുവീഴ്ചയില്ലാതെ കുറ്റവാളികളെ വിധിക്കുന്നത് പോലെ അങ്ങ് മറ്റേ കൂട്ടരെ പരിശോധിച്ചു. അകലെയോ അടുത്തോ ആകട്ടെ, അവർ ഒരേപോലെ പീഡിപ്പിക്കപ്പെട്ടു. എന്തെന്നാൽ ദുഃഖം 2 വിധത്തിൽ അവരെ പിടികൂടി. കടന്നുപോയ ഓർമ്മകളുടെ ഞെരങ്ങലും തങ്ങൾക്ക് ലഭിച്ച ശിക്ഷകളിലൂടെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ഭവിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് കർത്താവിൽ നിന്നാണെന്ന് അവർ മനസ്സിലാക്കി. പണ്ട് തങ്ങൾ നിരാലംബനായി പുച്ഛിച്ചു പുറന്തള്ളി കളഞ്ഞവനെ കുറിച്ച്
സംഭവ വികാസങ്ങൾക്കൊടുവിൽ അവർ വിസ്മയം പൂണ്ടു. കാരണം അവരുടെ ദാഹം നീതിമാന്മാരുടേതിനു തുല്യമായിരുന്നില്ല. ബോധമില്ലാത്ത ഇഴജന്തുക്കളെയും വിലകെട്ട മൃഗങ്ങളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിക്കപ്പെട്ട അവരുടെ അധർമ്മത്തിന്റെ വിവേകരഹിതമായ വിചാരങ്ങൾക്ക് പകരം ശിക്ഷ എന്ന വിധം അങ്ങ് ബോധമില്ലാത്ത അനേകം തിര്യക്കുകളെ അവരുടെ മേൽ അയച്ചു. ഒരുവൻ പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നതെന്ന് അവർ ഗ്രഹിക്കേണ്ടതിനായിരുന്നു ഇത്. രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടിക്കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പുതുതായി സൃഷ്ടിച്ച ക്രോധം നിറഞ്ഞ അജ്ഞാത ക്രൂരജന്തുക്കളെയോ അതുമല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ ഇരമ്പുന്ന ധൂമപടലം ചിതറിക്കുന്നതോ കണ്ണിൽ നിന്ന് ഭയാനകമായ തീപ്പൊരി പാറുന്നതോ ആയവരെ അയക്കാമായിരുന്നു. അവരെ ഉന്മൂലനം ചെയ്യാൻ അവയുടെ ഉപദ്രവത്തിന് കഴിയുമായിരുന്നു എന്നു മാത്രമല്ല, അവരെ ഭയപ്പെടുത്തി നശിപ്പിക്കാൻ അവയുടെ ദർശനം തന്നെ മതിയായിരുന്നു. ഇവയ്ക്കുപരിയായി നീതിയാൽ പിന്തുടരപ്പെടുകയും അങ്ങയുടെ അരൂപിയുടെ ശക്തിയാൽ ചിതറിക്കപ്പെടുകയും ചെയ്ത അവർ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിബന്ധിക്കാവുന്നവരായിരുന്നു. പക്ഷേ അങ്ങ് സർവവും എണ്ണിത്തൂക്കി അളന്നു ക്രമപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ മഹത്തായ ശക്തി അങ്ങയോടൊപ്പം എപ്പോഴുമുണ്ട്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ അങ്ങയുടെ മുമ്പിൽ ത്രാസിലെ ഒരു തരി പോലെയും പ്രഭാതത്തിൽ ഭൂമിയിൽ വീഴുന്ന ഹിമഗണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അങ്ങേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യർ പശ്ചാത്തപിക്കേണ്ടതിന് അങ്ങ് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. ഉണ്മയുള്ള എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെപ്പോലും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിക്കുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങ് ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമായിരുന്നോ? അങ്ങ് അസ്തിത്വത്തിലേക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പുലരുമായിരുന്നോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന നാഥ, അങ്ങ് എല്ലാറ്റിനോടും ദയ കാണിക്കുന്നു. എന്തെന്നാൽ അവ അങ്ങയുടേതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവും സ്നാപക യോഹന്നാനും. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകിക്കൊണ്ടിരുന്നു. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോകുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളിന് ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിനു മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ലല്ലോ ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ ഉണ്ടായിരിക്കും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.